ജിയ, ഞാൻ നിന്നോട് പറഞ്ഞത് ശരിയാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ അച്ഛനെ കൊന്നത് നിൻ്റെ അച്ഛനാണെങ്കിൽ പിന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം പോക്കാം. മേ ഐ കമിൻ സർ? യെസ്. സാറേ, ഞാൻ ഉച്ചക്ക് പൊക്കോട്ടെ? ചെറിയൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്നൊന്ന് നേരത്തെ വിടുവോ? എന്താണ് ഇയാൾക്ക് ഇത്ര വലിയ അത്യാവശ്യ കാര്യം? അത് അത് പിന്നെ സാറേ, കുറച്ച് ദിവസമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ കിട്ടി. എൻ്റെ ബോയ് ഫ്രണ്ട് വേറൊരു പെണ്ണിനായിട്ട് ചുറ്റിക്കറങ്ങി നിൽക്കണ്ടെന്ന്. അപ്പം എൻ്റെ കൂട്ടുകാരത്തി വിളിച്ച് പറഞ്ഞ്, ഇനി ഇന്ന സിറ്റി പാർക്കില്ലേ, അവിടെ അവർ വരുന്നുണ്ടെന്ന്. എനിക്ക് കൈയോടെ അവരെ പോക്കാനാ. അതിപ്പോൾ ഞാനിങ്ങനെ വിടാനെ തന്നെ. ഒന്നാമത് ഇവിടെ വർക്ക് നേരെ ജോലി നടക്കുന്നില്ല. നിങ്ങൾ ഓരോ സ്റ്റാഫുകളും ഇങ്ങനെ ഒരേ കാരണം പറഞ്ഞു പോയി ഞാനെന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യും, ക്രിസ്ത്യൻ സാറിനോട് പറഞ്ഞിട്ട് എവിടെയെന്ന് വെച്ചാൽ പോക്കോ. അതായിരിക്കും നല്ലത്. ക്രിസ്ത്യൻ സാറിനോട് ചോദിച്ചാൽ വീട്ടിലില്ല. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. പ്ലീസ് സാർ, എങ്ങനെയാലും ഒന്ന് ക്രിസ്ത്യൻ സാറിനോട് പറഞ്ഞാൽ മതി പ്ലീസ്. എൻ്റെ ജീവിത പ്രശ്നം. ആ ശരി ശരി, ഞാൻ പറഞ്ഞോളാം, പൊക്കോ. പക്ഷെ മേലെ ഇനി ഇത് ആവർത്തിക്കരുത്. ഓക്കെ സാർ, താങ്ക് യു. ഇനി ഇത് ആവർത്തിക്കില്ല ഞാൻ. താങ്ക് യു സോ മച്ച്. ടി കെ കമ്പനിയോ? ഇത് ജയുടെ അച്ഛൻ്റെ കമ്പനിയല്ലേ? ഹലോ, ഞാൻ വന്നു. എന്താണ് മാഷിയുടെ പരിപാടി? അച്ഛനെന്തിനാ കരയണത്? അതൊന്നുമില്ല, അച്ഛനിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചു. പഴയ കാര്യങ്ങൾ ആലോചിക്കാനോ? ഇതാരുടെ ഫോട്ടോ? ഇതിൽ അച്ഛനും ആ രണ്ടുപേരും ആരെ? ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. അച്ഛൻ്റെ പഴയ ഫ്രണ്ട്സാ. ഓ, എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഒന്നിപ്പിച്ചത് ഇവർ രണ്ടുപേരല്ലേ? അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന്? അമ്മ എന്നോട് ചെറുതിൽ പറഞ്ഞത് അച്ഛന് കൂട്ടുകാരുണ്ട്, 2 പേരാണ്, ബെസ്റ്റ് ഫ്രണ്ട്സാണ്, എന്ത് ചെയ്യുവാണേലും നിങ്ങൾ 3 പേരും ഒരുമിച്ച് ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട്. അച്ഛാ, ഇപ്പം കരയാൻ മാത്രം എന്താ ഉണ്ടായത്? എന്താ പറ്റിയ? എന്തോ മനസ്സിനൊരു സ്വസ്ഥതയില്ല മോളെ. ഈ അച്ഛൻ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്ത പോലെ. ഞാൻ ഇന്നുള്ള ആരും മനഃപൂർവ്വം ഉപദ്രവിച്ചിട്ടില്ല. എന്താ എന്ത് പറ്റി എൻ്റെ അച്ഛന്? അച്ഛൻ എന്തിനാ കരയണത്? ഇതെന്താ ഇങ്ങനെ അച്ഛാ? കാര്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അച്ഛൻ കരയുന്നത് എനിക്കിഷ്ടമല്ല. മര്യാദക്ക് നിർത്തിക്കോ. പഴയത് ഇനി ഒന്നും ആലോചിക്കണ്ട. അതൊക്കെ ആലോചിക്കാൻ നിൽക്കുമ്പോഴല്ലേ കരയണത്? അത് പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരെ പറ്റി അറിഞ്ഞു. എനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു സാം. അവൻ 3 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചെന്നറിഞ്ഞപ്പോൾ എനിക്കൊന്നും അവനെ കാണാൻ കൂടി പറ്റില്ലല്ലോ. നീ എന്തിനാ എന്നെ ഈ സ്കൂളിൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ച? നീ പറഞ്ഞ ഏതോ പാർക്കിൽ വരുമെന്നല്ലേ അവർ? അത് പിന്നെ നിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ പുതിയ കാമുകയെ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. എന്തായാലും അവളെ വിളിക്കാൻ ഇന്നിവിടെ വരും. അതാണ് ഞാൻ പിന്നെ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സ്ഥിരം ആ കാഴ്ച ഞാൻ കാണാറ്. നീ പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ 2 പേരുടെ ജീവൻ ഞാൻ തന്നെ എടുക്കും. ക്രിസ്റ്റി, ഈ പേരെവിടെയോ ഞാൻ...
ദൈവമേ, ഇത് ക്രിസ്ത്യൻ സാറല്ലേ? ഇങ്ങനെ സ്കൂളിൽ നിന്ന് ഇറങ്ങി വന്നത്? ക്രിസ്റ്റി, എത്ര നേരമായി ഞാൻ വിളിക്കുന്നു, താനും തന്നെ അവോയ്ഡ് ചെയ്യുവാണോ? അല്ല, താൻ വിളിച്ചത് ഇപ്പോഴാണ് ഞാൻ കേട്ടത്. ക്രിസ്റ്റീനെ എന്തെങ്കിലും കാര്യത്തിൽ എന്നോട് ദേഷ്യമുണ്ടോ? എനിക്കില്ല കേട്ടോ. ഞാൻ എന്തിനാ തന്നോട് ദേഷ്യപ്പെടുന്നത്? ഒന്നുമില്ല, എനിക്കെന്തോ തൻ്റെ പെരുമാറ്റം കണ്ടപ്പോൾ അങ്ങനെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ തന്നെ വിളിച്ചത് തൻ്റെ ക്ലാസ്സിലെ ലീഡർ ഇല്ലേ, അതിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ബുക്ക് അതൊന്ന് തിരിച്ചു കൊടുത്തേക്കേ. ഞാൻ കൊടുക്കാൻ നിന്നതാ, പക്ഷേ പുള്ളി നേരത്തെ പോയി. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിലല്ലേ, പെട്ടെന്ന് ക്രിസ്റ്റീനെ കണ്ടപ്പോൾ ക്രിസ്റ്റീൻ്റെ കയ്യിൽ തരാമെന്ന് വിചാരിച്ചു. ഒന്ന് കൊടുത്തേക്കേട്ടോ. ഞാൻ കൊടുത്തോളാം. എടി ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. എടി നീ എവിടെ പോണു? ഇപ്പോൾ വരുമോ അവർ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഇപ്പോൾ വരാം, വെയിറ്റ്. കുട്ടി ഒന്ന് നിൽക്കണേ, ഒരു കാര്യം ചോദിക്കാനായിരുന്നു. എന്താ? അത് ഇപ്പോൾ കുട്ടി സംസാരിച്ച ആ പയ്യനില്ലേ, അവൻ്റെ പേരെന്താ? അവൻ്റെ പേരെന്തിനാ ഞാൻ ചേച്ചിയോട് പറയുന്നു? ചേച്ചിക്ക് പരിചയമുണ്ടോ അവന്? അവനെനിക്ക് കണ്ട് പരിചയമുണ്ട്, അപ്പോൾ അവൻ തന്നെയാണോ എന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവൻ്റെ പേര് ക്രിസ്റ്റി, ഹ്യൂമാനിറ്റീസിൽ പഠിക്കുക, +1 ആയിട്ടുള്ളൂ. +1? അല്ല, അവനെ കണ്ട ഇച്ചിരി പ്രായം തോന്നിക്കുമല്ലോ. ഞങ്ങൾക്കങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ ചേച്ചിക്കറിയോ അവന്? ഇല്ല, ഞാൻ ഉദ്ദേശിച്ച ആളല്ല അത്, സോറി. ഇല്ല, ഇത് ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെയാണ്. കള്ളത്തരം ഞാൻ പൊക്കിക്കോളാം. സാർ എങ്ങനെ വന്നൊരു പ്രശ്നം ഇച്ചിരി സീരിയസ് തന്നെ. കാര്യം സാറിനെ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജിയയുടെ ഫ്രണ്ടുമാണ് സാറ്. അപ്പോൾ ബർത്ത്ഡേക്ക് വിളിക്കുമ്പോൾ ഇതിലൊരാളല്ലേ ഉണ്ടാവുള്ളൂ. അതെ, ഒരാളല്ലേ പോകാൻ പറ്റൂ, അല്ലാണ്ട് എനിക്ക് ഇരട്ട സഹോദരനൊന്നുമില്ലല്ലോ. സാർ അത് എങ്ങനെ അപ്പോൾ ജിയക്ക് മനസ്സിലാവൂലേ? താൻ അതോർത്തൊന്നും പേടിക്കണ്ട, അതൊക്കെ ഞാൻ സെറ്റാക്കിക്കോളാം. ഇതുവരെ അവർ ക്രിസ്ത്യൻ തോമസിനെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. പിന്നെ താൻ നേരത്തെ പറഞ്ഞില്ലേ ജിയുടെ ഫ്രണ്ടാണ് ഞാൻ? അത് വേണ്ട, ഞാൻ ഇപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ടാണ്. അതപ്പോ പിന്നെ അവളുടെ ബർത്ത്ഡേ അല്ലേ, അവൾക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കണമല്ലോ. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് എന്താണോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല സാർ. ഞാൻ എന്നെ വരെ ആരെപ്പോഴും വയ്ക്കാനും തന്നിട്ടില്ല, ഒരാൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാനും തന്നിട്ടില്ല. ദാരിദ്ര്യം. ഞാൻ ആരെങ്കിലോട് ചോദിച്ചോളാം. എന്നാ താൻ പൊക്കോ. ഓക്കെ സാർ. ജിയക്ക് എന്ത് വാങ്ങിക്കൊടുക്കും? ഒരു കാര്യം ചെയ്യാം, കുക്കി വിളിച്ചൊന്ന് ചോദിച്ചു നോക്കിയല്ലോ. ഇതെന്താ പതിവില്ലാണ്ട് ക്രിസ്റ്റി എന്നെ വിളിക്കുന്നത്? ഹലോ, എന്താ ക്രിസ്റ്റി വിളിച്ചത്? അത് കുക്കീനെ ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചതാ. ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണേ. ജിയുടെ ബർത്ത്ഡേ വരുമല്ലേ, അപ്പോൾ അവൾക്ക് ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനായിരുന്നു. നീയല്ല അവളുടെ കൂട്ടുകാരത്തി, എനിക്ക് അവളുടെ ഇഷ്ടങ്ങളൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഏതെങ്കിലും എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഡ്രസ്സോ ഓർണമെന്റ്സോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ അവൾക്ക് മറ്റേ ഡോറേമോണില്ലേ കാർട്ടൂൺ, അത് ഭയങ്കര ഇഷ്ടം. അതിലെ പാവേനൊക്കെ അവള് കുറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നീ വാങ്ങിക്കൊടുക്ക്. അല്ലാണ്ട് ഇപ്പൊ ഞാനെന്താ പറയാ, അവൾക്ക് അങ്ങനെ എന്താ പറയാ, നമുക്ക് ഒരു സാധനത്തിനോട് ഭയങ്കര ഇഷ്ടമുണ്ടാവില്ല, അങ്ങനത്തെ ഇഷ്ടം അവൾക്കില്ല. അവൾക്ക് ഏത് കിട്ടിയാലും അവള് ഹാപ്പിയാണ്. താങ്ക്സ് എടാ. നിർത്താൻ വെച്ചോ. അതവിടെ നിൽക്കട്ടെ, ഇത്രയും നേരം നീ ആരോട് സംസാരിച്ചത്? അവനെന്തിനാ നിന്നെ വിളിച്ചത്?
നീ അവനായിട്ട് അധികം സംസാരിക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. ഓ മിനി, ഇയാളെ ഇഷ്ടം നോക്കിയിട്ട് വന്നു ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കാൻ. അവൻ വിളിച്ചത് ജിയുടെ ബർത്ത്ഡേയുടെ കാര്യം പറയാനാ. ബർത്ത്ഡേ എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ ബെസ്റ്റ്, മറ്റന്നാളാണ് ബർത്ത്ഡേ. ഓഹ്, എന്ത് ഫ്രണ്ട്സാണോ നിങ്ങളൊക്കെ. എന്തായാലും ഞാൻ അവൾക്ക് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഓ, എനിക്കറിയില്ലായിരുന്നു ഇയാളെ ബർത്ത്ഡേയുടെ കാര്യം. ഞാനെന്നല്ലേ ഹോബിച്ചെന്നെ വിളിച്ചൊന്ന് പറയട്ടെ. അതുപോലെ ഞാൻ ഹോബി ക്ലാസ്സിലും വന്നില്ലല്ലോ, ചോദിക്കട്ടെ എല്ലാ കാര്യങ്ങളും. ശരി, വേഗം കട്ട് ചെയ്തു, എനിക്ക് ഉറങ്ങാൻ പോകണം. പിന്നെ ഇനി എന്നെ വിളിക്കരുത്. ശരി തമ്പുരാട്ടി. ഈ ക്രിസ്റ്റീൻ എനിക്ക് പാരാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതെന്താണ് ഇവിടെ ആരുമില്ലല്ലോ? ബർത്ത്ഡേ പാർട്ടി ഇവിടെ അല്ലേ നടക്കുന്നത്? കുക്കിയെ വിളിച്ചപ്പോൾ കുക്കി പറഞ്ഞത് ഇവിടെ തന്നെയാണെന്നോ? ക്രിസ്റ്റീൻ, ഞാൻ പറയണമെന്നൊന്നും തോന്നരുത്. നീ കുക്കീനെ വിളിക്കുന്നത് ഒന്ന് ഒഴിവാക്കണം. എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. അത് നീയല്ല, അവള് പറയട്ടെ. അവള് പറഞ്ഞ വിളിക്കാണ്ടിരിക്കാൻ. ആ, നീയൊക്കെ വന്നോ? ഇതേതാ പുതിയൊരു കുട്ടി? ഇതും ഞങ്ങളുടെ ഫ്രണ്ടാ, ക്രിസ്റ്റി. ഹായ് അങ്കിൾ. ആ, മോനെ ഇവരും കൂട്ടത്തെ കണ്ട് പരിചയമില്ല, അതാ ഞാൻ ചോദിച്ചത്. ഇവിടെയല്ല പാർട്ടി, നമ്മുടെ ഗാർഡൻ ഏരിയ അല്ലേ, അവിടെയാ. നിങ്ങളെല്ലാവരും അങ്ങോട്ട് വാ. ജി ഇപ്പോൾ റെഡിയായി വരും, എളുപ്പം വന്നാൽ മതി. ആ, ജിയോടെ ഒരുക്കുമല്ലേ, നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. അല്ല, ജയഹോപ്പ് എന്താ 2 ദിവസമായിട്ട് ക്ലാസ്സിൽ വരാണ്ടിരുന്നത്? ഓ, ഒന്നും പറയണ്ട. ഒരു ലൂസ് മോഷൻ പിടിച്ചിട്ട് ബാത്റൂമിൽ തന്നെ ഇരുന്ന സ്ഥിരം. ഇപ്പോഴാണ് ഒന്ന് ശാന്തമായിരിക്കുന്നത്. വാരി വലിച്ച് തിന്നുമ്പോൾ ആലോചിക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. ബർത്ത്ഡേ പാർട്ടി ആയിപ്പോയി, അല്ലെങ്കിൽ നിനക്കിട്ടൊന്നും ഇപ്പൊ തന്നെ ഞാൻ തന്നാനെ. ഓ, പിന്നെ ഇപ്പൊ തന്നെ കൊന്നാണ്. അതെ, ചെയ്യ വരുന്നുണ്ട്. सुर्ख वाला सोज वाला फैज वाला लव होता है जो लव से ज्यादा वैसे वाला लव